ഹായ് വെൽക്കം ടു PSC AM. ഇനി നമ്മൾ പുതിയ കമ്മീഷനുകളെ പറ്റിയിട്ട് നോക്കാം. ഇൻകം ടാക്സ് ആക്ട് 1961 വ്യവസ്ഥകളെ ലളിതവൽക്കരിക്കുന്നതിനായി അടുത്തിടെ കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയാണ് RV ഈശ്വർ കമ്മിറ്റി. കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട. ഇൻകം ടാക്സ് കമ്മിറ്റി ആരാണ്? ഈശ്വർ കമ്മിറ്റി. സാധാരണ ഇൻകം ടാക്സുകാർ പിടിക്കാൻ വരുമ്പോൾ ഈശ്വര എന്ന് പറഞ്ഞിട്ട് തട്ടിപ്പടത്താൻ തോന്നും അല്ലേ. അപ്പോൾ ഇൻകം ടാക്സ് കമ്മിറ്റി ഈശ്വർ കമ്മിറ്റിയാണ്, RV ഈശ്വർ കമ്മിറ്റി. ഇതൊരിക്കലും മറക്കില്ല കേട്ടോ. ഇനി നെക്സ്റ്റ് പുത്തൻ വിദ്യാഭ്യാസ നയമാണ്. പുത്തൻ വിദ്യാഭ്യാസ നയമായിട്ടാണ് നമ്മുടെ സുബ്രഹ്മണ്യം മാഷ് വരുന്നത്. അപ്പോൾ സുബ്രഹ്മണ്യം മാഷ് TSR സുബ്രഹ്മണ്യം പുത്തൻ വിദ്യാഭ്യാസ നയം രൂപവത്കരിക്കുന്നതിനുമായി കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് അടുത്തിടെ രൂപം നൽകിയ കമ്മിറ്റിയുടെ തലവനാണ് TSR സുബ്രഹ്മണ്യൻ കമ്മിറ്റി. വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയാണ് ജസ്റ്റിസ് L. നരസിംഹ റെഡ്ഡി കമ്മിറ്റി. ഈ ചില ആളുകൾ പെൻഷനൊക്കെ കിട്ടാണ്ടാകുമ്പോൾ ആകെ നരസിംഹത്തിൻ്റെ പോലൊക്കെ ദേഷ്യം വന്ന് പ്രശ്നമാവും. അപ്പോൾ വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയാണ് ജസ്റ്റിസ് L. നരസിംഹ റെഡ്ഡി കമ്മിറ്റി. IPL വാതുവെപ്പ് കമ്മിറ്റി അന്വേഷിച്ച കമ്മീഷനാണ്. രണ്ടുപേരുണ്ട്. മുകുൾ മുദ്ഗൽ കമ്മിറ്റി, MUKUL മുകുൾ മുദ്ഗൽ കമ്മിറ്റിയും ലോധ കമ്മിറ്റിയും. അപ്പോൾ മുകുൾ മുദ്ഗലും RM ലോധയാണ് IPL വാതുവെപ്പ്. അവർ ഭയങ്കര പ്രശ്നക്കാരാണ്. അപ്പോൾ മുകുൾ മുദ്ഗലും ലോധ കമ്മിറ്റിയാണ് IPL വാതുവെപ്പ് അന്വേഷിച്ച കമ്മിറ്റി. രണ്ടുപേരും വാതുവെപ്പ് വെച്ച് കളിക്കാനായിട്ട് ടീമിനെ പിടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ മുകുൾ മുദ്ഗൽ കമ്മിറ്റിയും RM ലോധ കമ്മിറ്റിയും. സംസ്കൃത ഭാഷയുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ട് അടുത്തിടെ കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയുടെ തലവനാണ് N. ഗോപാലസ്വാമി കമ്മിറ്റി. സംസ്കൃതം നമ്മുടെ സ്കൂളിൽ ആരും സംസ്കൃതം പഠിപ്പിക്കണേ? ഗോപാലസ്വാമി മാഷാണ് കേട്ടോ സംസ്കൃതം പഠിപ്പിക്കണേ. അപ്പോൾ ആരും മറക്കില്ലല്ലോ. സംസ്കൃത ഭാഷയുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ട് അടുത്തിടെ കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയുടെ തലവൻ ആരാ? N. ഗോപാലസ്വാമിയാണ് കേട്ടോ. ബംഗ്ലാദേശിൽ നിയമരഹിതമായി ഇന്ത്യയിലെത്തുന്ന കുടിയേറ്റക്കാരെക്കുറിച്ച് അന്വേഷിക്കുന്നതുമായി അടുത്തിടെ സുപ്രീം കോടതി നിയമിച്ച കമ്മീഷനാണ് ഉപമന്യു ഹസാരിക കമ്മീഷൻ. പേര് കേൾക്കുമ്പോൾ തന്നെ ബംഗ്ലാദേശിൽ നിന്ന് വന്നതെന്നറിയാം. ഉപമന്യു ഹസാരിക കമ്മീഷൻ ബംഗ്ലാദേശിൽ നിന്നും നിയമരഹിതമായി ഇന്ത്യയിലെത്തുന്ന കുടിയേറ്റക്കാരെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി അടുത്തിടെ സുപ്രീം കോടതി നിയമിച്ച കമ്മീഷനാണ് ഉപമന്യു ഹസാരിക കമ്മീഷൻ. ഇനി 7ാമത് കേന്ദ്ര ശമ്പള കമ്മീഷൻ തലവൻ ആരാ? ജസ്റ്റിസ് MK മാത്തൂറാണ് 7ാം ശമ്പള കമ്മീഷൻ. ശമ്പളം വാങ്ങിക്കാനായിട്ട് ആരാ വന്നിരിക്കണേ? മാത്തൂറാണ് വന്നിരിക്കുന്നത്.